Good morning. Today our area of study is the remaining part of film terminology, that is film terminology part 4. First of all, let us see off-screen space. Off-screen space. What is it? Off-screen space may be defined as a space that is part of the film scene but not visible on the screen. Off-screen may be defined as the space that is part of the scene but not visible on the screen. Off-screen space എന്ന് പറയുന്നത് ഫ്രെയിമിലില്ലാത്ത സ്പേസാണ്. ആ ഫ്രെയിമിലെ സെറ്റിങ്ങിലില്ലാത്ത, ഫ്രെയിമിന് പുറത്തുള്ള, അല്ലെങ്കിൽ സെറ്റിങ്ങിനും പുറത്തുള്ള, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലുള്ള സ്പേസാണ് ഓഫ് സ്ക്രീൻ സ്പേസ്. അത് കാണിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. It can never be shown on the screen. Usually 6 areas of off-screen spaces are identifiable, or we can say 6 areas of off-screen space are identified in film studies. When we study about film, we can see that there are 6 areas of off-screen space, one each side of the frame. One off-screen is on each side of the frame. ഓരോ ഫ്രെയിമിൻ്റെ ഓരോ വശത്തിനും അപ്പുറത്ത്. ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഫ്രെയിമിൽ 4 വശങ്ങളുണ്ടല്ലോ. അപ്പം 4 വശങ്ങൾക്കും അപ്പുറത്തെന്ന് പറയുമ്പോൾ 4 ഓഫ് സ്ക്രീൻ സ്പേസുകൾ അവിടെ തന്നെയായി. ദെൻ ദി സ്പേസ് ബിഹൈൻഡ് ദി ഫിലിം സെറ്റ് ആൻഡ് ദി സ്പേസ് ബിഹൈൻഡ് ദി ക്യാമറ. ദി സ്പേസ് ബിഹൈൻഡ് ദി ഫിലിം സെറ്റിന് പുറകിലുള്ളത്. അപ്പോൾ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു, അപ്പോൾ അത് കാണിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു, അത് ഒരു ഓഫ് സ്ക്രീൻ സ്പേസാണ്. അതുപോലെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് നോക്കുന്നു, മുന്നിൽ ആരോടോ സംസാരിക്കുന്നു. ദാറ്റ് ഈസ് സ്പേസ് ബിഹൈൻഡ് ദി ക്യാമറ. ദ വ്യൂവർ ഈസ് ഗ്രാജുവലി അൺഅവെയർ ഓഫ് ദി പ്രസൻസ് ഓഫ് ദി ഓഫ് സ്ക്രീൻ. സാധാരണ ഈ സിനിമയുടെ ഒരു ലീനിയർ ടെക്നിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി അനുസരിച്ച് നമ്മൾ സ്പെക്ടേറ്റേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഈ ഓഫ് സ്ക്രീൻ സ്പേസ് ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ എപ്പോഴാണ് ഈ ഓഫ് സ്ക്രീൻ സ്പേസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്? വെൻ ഡു വി നോ ദാറ്റ് ദർ ഈസ് ദ ഓഫ് സ്ക്രീൻ? വെൻ ആർ വി അവെയർ ഓഫ് ദി ഓഫ് സ്ക്രീൻ സ്പേസ്? സി, ഗ്രാജുവലി viewer is unaware of the off-screen space, and allusion to the edges of the film frame comes in looks or gestures by characters who are directed to the off-screen. പിന്നെ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ക്യാരക്ടേഴ്സിൻ്റെ ഒരു നോട്ടം, അല്ലെങ്കിൽ അവരുടെ ആംഗ്യം, ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലുക്സ്, അത് വരുമ്പോഴാണ് അവിടെ സ്പേസ് ഉണ്ട്, ഈ ഫ്രെയിമിന് അപ്പുറത്തും സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ സെറ്റിങ്ങിന് പുറകുവശത്ത് സ്പേസ് ഉണ്ട്, ക്യാമറയുടെ ബിഹൈൻഡിൽ സ്പേസ് ഉണ്ടെന്നുള്ളൊരു ധാരണ സ്പെക്ടേറ്റേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ലഭിക്കുന്നത്. ദ യൂസ് ഓഫ് ദി ഫിഫ്ത്ത് ഓഫ് സ്ക്രീൻ സീൻ, the use of the fifth off-screen scene, the space behind the set, is also commonly used. It is commonly used in film shooting. For example, by the exit of a character via a door. By the exit of a character via means by the way of, margena, via a door. ഒരു ഡോർ വഴി പോകുന്നു, പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്നു. അത് ഓഫ് സ്ക്രീനാണ്. അടുത്ത ഭാഗം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നില്ല. ആ വാതിൽ പ്രകടനയിലൂടെ കിടക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഓഫ് സ്ക്രീനാണ്. നമ്മളത് സങ്കല്പിക്കുക. വി ഹാവ് ടു ഇമാജിൻ ദാറ്റ് ദർ ഈസ് സ്പേസ്, ദർ ഈസ് ഓഫ് സ്ക്രീൻ സ്പേസ്. സി, ഓഫ് സ്ക്രീൻ സ്പേസ് ഈസ് റിഫേർഡ് അറ്റ് ടൈംസ് ത്രൂ ഡയജറ്റിക് സൗണ്ട്സ്. സാധാരണ ഈ ഓഫ് സ്ക്രീനിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഡയജറ്റിക് സൗണ്ടിലൂടെയാണ്. ഡയജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൗണ്ട്, ഒരു നിലവിളി, അല്ലെങ്കിൽ അകത്തു നിന്നുള്ള ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു പൊട്ടിച്ചിരി, അല്ലെങ്കിൽ ഒരു റേഡിയോയുടെ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ TV സെറ്റിൻ്റെ ശബ്ദമായിരിക്കാം. ഈ ഡയജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ, ഡയജറ്റിക് സൗണ്ട് ക്യാൻ ഇൻക്ലൂഡ് എവരിത്തിങ് ഫ്രം ദി വോയിസ് ഓഫ് ദി ക്യാരക്ടേഴ്സ് to the sounds of objects, or the music coming from a radio or instrument. That means anything
that exists in the story. Anything which exists in the story world is called a diegetic sound. അപ്പോൾ അത് ഫ്രെയിമിനകത്തുള്ള സൗണ്ട് അല്ലെങ്കിൽ ഫ്രെയിമിന് പുറത്തുള്ള സൗണ്ട്, കഥാപാത്രങ്ങളുടെ സൗണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട്, റേഡിയോയുടെ സൗണ്ട്, ടി വിയുടെ സൗണ്ട്, ഇതെല്ലാം ഡയജറ്റിക് സൗണ്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ചിലപ്പോൾ ഓഫ് സ്ക്രീൻ പ്രസൻസ് കാണിക്കാൻ വേണ്ടി ഈ സൗണ്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ഡയജറ്റിക് സൗണ്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. Then we are getting an awareness that there is off screen, there is a place behind the frame. We are going to study two important rules regarding the cinematography. So it is highly essential for the smoothness or the continuity or the narrative. If these rules are violated, the spectators will be forced to become in a jolt or they will be disoriented. അപ്പം സിനിമയിലെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ സിനിമാറ്റോഗ്രാഫിയിൽ പാലിക്കേണ്ട 2 തരം റൂൾസ്, ഈ 2 റൂൾസ് നമ്മൾ ഒബ്സർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില സാങ്കേതികമായ പ്രശ്നം ഉണ്ടാകും. ആ സാങ്കേതികമായ പ്രശ്നത്തിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് കാണികളാകപ്പാടെ ഡിസ്ഓറിയൻറ്റഡ് ആയിട്ട് മാറുന്നു. അവർക്കൊരു ഒരു ഒരു തുടർച്ച കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫിലിമിന് തന്നെ ഒരു കണ്ടിന്യൂറ്റി ലഭ്യമാകാതെ ജമ്പ് കട്ട്സിലേക്ക് പോകുന്ന ജമ്പ് കട്ട്സ് എന്ന് പറഞ്ഞാൽ ആകെ നമ്മളെ അലോരസപ്പെടുന്ന കട്ട്സാണ്, അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തോ നമ്മളെ ആ സിനിമയുടെ ഒഴുക്കിനെ ബാധിക്കുന്ന നമ്മൾ ഒരു സിനിമയാണ് കാണുന്നത്, കഥയിൽ ലയിച്ചിരിക്കുമ്പോൾ അതൊരു സിനിമയാണ്, ഇത് എന്തോ ഒരു വ്യത്യാസം വരുന്നല്ലോ എന്ന് കാണിക്കുന്നതാണ് ജമ്പ് കട്ട്സ്. വ്യത്യസ്തമായ ഷോട്ടുകൾ ഈ റൂൾസ് തെറ്റിച്ച് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ജമ്പ് കട്ട്സ് എന്ന് പറയുന്നത്. വി ക്യാൻ സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. So first we are going to study 30-degree rule. 30-degree rule, what is it? The 30-degree rule is a convention. It is a conventional technique. The 30-degree rule is a convention for placement, camera placement. The 30-degree rule is a convention for the camera placement to ensure the stability of shots. Once again, the 30-degree rule is a convention for camera placement. ക്യാമറ വയ്ക്കാനുള്ള പരമ്പരാഗതമായ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ആദ്യകാലം മുതലേ ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമയുടെ കാലം മുതലേ ഉണ്ടായിരുന്നൊരു ടെക്നിക്കാണ് ഈ 30-degree റൂൾ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ ഉദ്ദേശം? വാട്ട് ഈസ് ഇറ്റ്സ് എഫക്റ്റ്, വാട്ട് ഈസ് ഇറ്റ്സ് റിസൾട്ട്? ടു എൻഷുവർ ദി സ്റ്റെബിലിറ്റി ഓഫ് ഷോട്ട്സ് റെക്കോർഡഡ് ഫോർ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ സഹായിക്കുന്ന ഷോട്ടുകളുടെ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ, ജം കട്ട്സിലേക്കൊന്നും പോകാതെ ഷോട്ടുകളുടെ നല്ല സ്മൂത്തായ ഒരു 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 ഒഴുക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ സഹായിക്കുന്ന, ഷോട്ട്സ് എടുക്കാൻ സഹായിക്കുന്ന ഒരു നിയമമാണ്, റൂളാണ് 30-degree റൂൾ. ദിസ് റൂൾ ലേസ് ഡൗൺ എ സ്പെസിഫിക് അപ്രോച്ച് ഫോർ ഷൂട്ടിംഗ് എ scene and moving from mid shot to close up. What is it? How is it a shot, or how is it applied? This rule lays down, the 30-degree rule lays down a specific approach. It means a specific approach, പ്രത്യേകമായ ഒരു സമീപനമാണ് for shooting a scene. ഒരു രംഗം ചിത്രീകരിക്കുന്നതിൽ എടുക്കുന്ന, സിനിമാറ്റോഗ്രാഫർ എടുക്കുന്ന ഒരു പ്രത്യേകമായ സമീപനമാണ്. And moving from mid shot to close up and vice versa. mid shot മുതൽ, അതായത് വേസ്റ്റ് മുകളിലോട്ട് ഉള്ളത് മുതൽ ക്ലോസപ്പ് വരെ എടുക്കുന്നതിന് ഒബ്സർവ് ചെയ്യുന്ന ഒരു നിയമമാണ്. ഒരു സീനിൽ ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ മിഡ് ഷോട്ട് മുതൽ ക്ലോസപ്പ് ഷോട്ട് വരെ എടുക്കുന്നതിന് സ്വീകരിക്കുന്ന ഒരു റൂളാണ് 30-degree റൂൾ. ചേഞ്ചസ് ഇൻ ഇമേജ് സൈസ് ക്യാൻ ബി ഷൂട്ട് ഇൻ 2 ways. ഈ ഇമേജിൻ്റെ സൈസിൽ ഈ 30-degree റൂൾ അനുസരിച്ച് ഷോട്ട്സ് എടുക്കുന്നതിന് 2 രീതികൾ അവലംബിക്കാം. Changes in image size can be shot in 2 ways. Number 1, the camera moves directly to the actor without any change of the camera angle. ഈ ക്യാമറയുടെ ആംഗിൾ മാറ്റാതെ ക്യാമറ ഈ ആക്ടറുടെ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ നേർക്കിങ്ങനെ നീങ്ങുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ മിഡ് ഷോട്ടും കിട്ടും, ക്ലോസപ്പും കിട്ടും. അത് മാത്രമല്ല, there will be no jerking. ഒരു ജെർക്കിംഗ് ഉണ്ടാവത്തില്ല. ദി സ്പെക്ടേറ്റേഴ്സ് വിൽ നെവർ ലെറ്റ് ടു എ ജോൾട്ട്. കാണികൾക്കൊരു സംഭ്രമം ഉണ്ടാകാൻ ഇടയുമില്ല. ദി ക്യാമറ മൂവ്സ് one of the methods in taking different kinds of short sizes is the camera moves directly to the
actor without any change of the camera angles. It will facilitate continuity editing. So this kind of shooting will facilitate. This type of shooting will certainly help continuity editing. Continuity editing സഹായിക്കുന്ന ഒരു ഷൂട്ടിംഗ് ആണത്, അല്ല ഷോട്ടാണത്. Which is it? The camera moves directly to the actor without any change of the camera angles. It will facilitate continuity editing as it does not affect any shift in the frame. ഫ്രെയിമിൽ യാതൊരു ഷിഫ്റ്റും ഉണ്ടാകുന്നില്ല. ക്യാമറ നേരെ ആക്ടറുടെ മുന്നിലോട്ട് നീങ്ങി അങ്ങനെ വിവിധ ഷോട്ടുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി അതാണ് കൂടുതൽ അവലംബിക്കുന്നത്. രണ്ടാമത്തെ രീതി, when the camera angle changes between shots, the changes must be more than 30 degree, creating a different angle on the characters. When the camera angle changes, camera angle മാറ്റുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ നേരെ കൊണ്ടുപോയി മിഡ് ഷോട്ട് മുതൽ ക്ലോസപ്പ് വരെ ഇങ്ങനെ ക്യാമറ നീക്കിയെടുക്കാതെ ക്യാമറയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ, ഇഫ് ദി ക്യാമറ ആംഗിൾ ഈസ് ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഷോട്ട്സ്, the change must be more than 30 degree, creating a different angle on the character. ഇപ്പോൾ ക്യാരക്ടറിലെ മിഡ് ഷോട്ടോ ക്ലോസപ്പോ എടുക്കുന്നതിന് ഒരു പ്രത്യേക രീതി അവലംബിക്കുന്ന സമ്പ്രദായം, അതാണ് നമ്മൾ പറയുന്ന 30 ഡിഗ്രി റൂൾ എന്ന് പറയുന്നത്. സ്ഥിതി, when the camera angle changes between shots, the change must be more than, it should be more than 30 degree. 30 ഡിഗ്രിയിൽ കൂടുതൽ വേണം. 30 ഡിഗ്രിയിൽ കൂടുതൽ, 30 ഡിഗ്രി, please imagine 30 degree, creating a different angle on the character. So this method also ensures continuity editing. കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ വളരെ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത്. അല്ലാതെ നമ്മൾ ഒരു രണ്ട് തരം ഷോട്ടുകൾ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പം രണ്ട് മിഡ് ഷോട്ടുകളാണ്, രണ്ട് മിഡ് ഷോട്ടുകൾ അടുത്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ക്ലോസപ്പ് ഷോട്ടുകൾ അടുത്തടുത്ത് കാണിക്കുന്നെങ്കിൽ, ഇറ്റ് വിൽ ക്രിയേറ്റ് എ ജോൾട്ട് ഓൺ ദി വ്യൂവേഴ്സ്. ഇറ്റ് വിൽ സെർട്ടൻലി ക്രിയേറ്റ് ഓക്വേർഡ്നെസ് ഇൻ ദി വ്യൂവേഴ്സിനാകപ്പാട് ഒരു ഓക്വേർഡ്നെസ് സൃഷ്ടിക്കും. അതില്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ക്യാമറ ആംഗിൾ ചേഞ്ച് വരുത്തുന്നത്. അത് എന്ന് പറയുന്നത് 30 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം. ഷുഡ് ബി മോർ ദാൻ 30 ഡിഗ്രി. 30 ഡിഗ്രിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഷോട്ടുകൾക്ക് ഒരു പൂർണ്ണത കിട്ടില്ല. ഇഫ് ദി ചേഞ്ച് ഓഫ് ദി ആംഗിൾ ഈസ് ലെസ് ദാൻ 30 degrees, we can illustrate it, don't worry. See, if the change of angle is less than 30 degree, it will end up in a jump cut. ജംപ് കട്ട് എന്ന് പറഞ്ഞാൽ ചാടി പോകുന്ന ഷോട്ടുകൾ, ജംപ് കട്ട്. അപ്പോൾ ഒരു ക്ലോസപ്പ് സീൻ കാണിച്ചിട്ട് വീണ്ടും അടുത്തൊരു ക്ലോസപ്പ് സീനാണ് വേറൊരു ആംഗിളിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ കോസ് ഓക്വേർഡ്നെസ് ഓർ ജോൾട്ട് ഓൺ ദി ഓഡിയൻസ്. ഓഡിയൻസിനാകപ്പാടെ ഒരു വളരെയധികം വ്യത്യസ്തത ഫീൽ ചെയ്യും. ആ ഒരു കണ്ടിന്യൂറ്റി, സിനിമയുടെ കണ്ടിന്യൂറ്റിയെ തീർച്ചയായിട്ടും ബാധിക്കും. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് സാധ്യമല്ല. ഇഫ് ദി ചേഞ്ച് ഓഫ് ദി ആംഗിൾ ഈസ് ലെസ് ദാൻ 30 degree, ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ ജംപ് കട്ട് and the spectator will feel a sense of jolt. He will feel a kind of awkwardness. The 30 degree rule creates, so in total we can say the 30 degree rule in cinematography creates an undisturbed seamlessness in the film. So without any kind of disturbance, we can watch the movie see completely, totally being involved in the storyline. So it will be a linear type of storytelling when we observe these rules, like 30 degree rule, which we have already discussed, and the 180 degree rule, which we are going to discuss. So this is 30 degree rule, study it. And now let us move on to the other important rule, that is 180 degree rule. 180 degree rule. 180 degree rule ensures consistency of the spectator's perspective. You know, the most important utility of 180 degree is it assures consistency of the spectator's perspective. Perspective means viewpoint. കാണികളുടെ ആ ഒരു വീക്ഷണത്തിന് ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ,
സിനിമയിൽ ലയിച്ചിരുന്ന സിനിമ കാണാൻ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ വളരെയധികം സഹായിക്കുന്ന, അല്ലെങ്കിൽ 30 ഡിഗ്രി റൂളിനേക്കാളും സഹായിക്കുന്ന ഒരു റൂളാണ് 180 ഡിഗ്രി റൂൾ. വാട്ട് ഈസ് ഇറ്റ്? എന്താണത്? ഈസ് 180 ഡിഗ്രി റൂൾ. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് 180 degree rule is a method of filming action in order to ensure visual continuity from one shot to another. Please remember, continuity editing is possible especially because of this 180 degree rule. See, it is a method of filming action in order to ensure visual കണ്ടിന്യൂറ്റി ഫ്രം വൺ ഷോട്ട് ടു അനദർ. ഒരു ഷോട്ടിൽ നിന്നും അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു റൂളാണ്. രണ്ടുപേര് സംസാരിക്കുന്ന, രണ്ടുപേര് നോക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുന്ന ഒരു സീനാണ് എടുക്കുന്നത്. അത് മിസ്റ്റർ എ എന്ന് പറയുന്ന ക്യാരക്ടറിനെ, ആക്ടറുടെ ഷോട്ട് തന്നെ 2 പ്രാവശ്യം അങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് വിൽ കോസ് ഓക്വേർഡ്നെസ്. നമുക്കതിൻ്റെ പൊസിഷൻ ചിലപ്പം മിസ്റ്റർ എയുടെ പൊസിഷൻ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഈ സീനിനെ ഒരു സർക്കിളായി സങ്കല്പിച്ചിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആ കഥാപാത്രങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് അപ്പുറത്തായിട്ട് ചേർന്ന്, കഥാപാത്രങ്ങൾ നേർക്കുന്നവരിയ്ക്കുന്നതിനെ ചേർന്ന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ഹൊറിസോണ്ടൽ, തിരശ്ചീനമായ ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് സങ്കല്പിക്കുന്നു. ഈ ലൈനിനൊരു പേരുണ്ട്. അതൊരു ഇമാജിനറി ലൈനാണ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ലൈൻ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 2 സെമി സർക്കുലർ സ്പേസസ് ആയിട്ട്, അല്ലെങ്കിൽ 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് മാറുന്നു, 2 അർദ്ധ വൃത്തങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഒരു അർദ്ധവൃത്തം എന്ന് പറയുന്നത്, ഒരു സെമി സർക്കുലർ സ്പേസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കുമല്ലോ, 180 ഡിഗ്രിയാണ്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം ക്യാമറ ചലിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് 180 ഡിഗ്രി റൂൾ. അപ്പോൾ ആ ഭാഗത്ത്, അല്ലാതെ അത് കഴിഞ്ഞിട്ട് ആ 180 ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങ് അപ്പുറത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് ജംപ് കട്ട്, ഇറ്റ് വിൽ കോസ് ഓക്വേർഡ്നെസ് ടു ദി വ്യൂവേഴ്സ്. അങ്ങനെ പാടില്ല. എന്നാലും ചില ഈ ഫിലിം മേക്കേഴ്സ് ഫോർ നോവൽറ്റി ഇൻ ഫിലിമിങ് ദേ ഒബ്സർവ് ദി വയലേഷൻ ഓഫ് ദീസ് റൂൾസ്. 30 ഡിഗ്രി റൂളായാലും 180 ഡിഗ്രി റൂളായാലും അത് വയലേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഭംഗിയായിട്ട് മനസ്സിലാക്കി അറിയാവുന്നവർക്ക്, ഈ 180 ഡിഗ്രി റൂൾ എന്താണെന്ന് പഠിച്ചിട്ട് അറിയാവുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, അറിയാതെ 180 ഡിഗ്രി റൂളിനെ കുറിച്ചോ 30 ഡിഗ്രി റൂളിനെ കുറിച്ചോ അറിയാതെ ചെയ്യുകയാണെങ്കിൽ അത് പറ്റത്തില്ല. ഈ 30 ഡിഗ്രി റൂളെന്ന് പറയുമ്പോഴത്തേക്ക് അത് 30 ഡിഗ്രിയിൽ വേണമെങ്കിൽ 2 ക്യാമറ വെച്ച് ഒരു മൾട്ടിപ്പിൾ ഷോട്ട്സ് എടുക്കാം, അത് സംയോജിപ്പിച്ചാലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് 180 ഡിഗ്രി റൂൾ. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഫിലിമിങ് ആക്ഷൻ ഇൻ ഓർഡർ ടു എൻഷുവർ വിഷ്വൽ കണ്ടിന്യൂറ്റി ഫ്രം one scene, one shot to another. ദി കണ്ടിന്യൂറ്റി ലൈൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമാജിനറി ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തിനാണ്? ഫോർ ക്രിയേറ്റിംഗ് 2 സർക്കുലർ സ്പേസസ്, സെമി സർക്കുലർ സ്പേസസ് ഓർ ഹെമിസ്ഫിയേഴ്സ്. ആ കണ്ടിന്യൂറ്റി ലൈനിന് പറയുന്ന പേര്, ദി കണ്ടിന്യൂറ്റി ലൈൻ ഈസ് നോൺ ആസ് ഇമാജിനറി ലൈൻ ഓർ ഡയറക്ടേഴ്സ് ലൈൻ. ദി കണ്ടിന്യൂറ്റി ലൈൻ ഇൻ ദി while observing the 180 degree rule is called or known as imaginary line or director's line, and the camera will remain one side of that line. The camera should be placed one side of that line. Remember, it is quite essential the camera should remain only one side of that line within a 180 degree semi-circular space. The camera should remain one side of the line, imaginary line or director's line, within a 180 degree semi-circular space. The horizontal axis of action. The horizontal axis of the action is considered to divide the screen into 2 semicirculars.
ആ ഒരു ഇമാജിനറി ലൈൻ, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഹൊറിസോണ്ടൽ ആക്സിസ്, 180 ഡിഗ്രിയിൽ അതിനെ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആക്സിസ്. ദി ഹൊറിസോണ്ടൽ ആക്സിസ് ഈസ് കൺസിഡേർഡ് ടു ഡിവൈഡ് ദി സ്ക്രീൻ into two semicircles. This rule ensures that there is no disorientation felt by the spectator in viewing shots. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഷോട്ട്സ്, ഈ സന്നിവേശിപ്പിക്കപ്പെട്ട സംയോജനം ചെയ്യപ്പെട്ട ഷോട്ട്സ് കാണുമ്പോൾ ഒരു ജെർക്കിങ്ങും ഒരു ജോൾട്ടിങ്ങും ഒരു ഡിസ്റ്റർബൻസും കാണികൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ലീനിയറിറ്റി, ആ ഒരു സീംലെസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട റൂളാണ് 180 ഡിഗ്രി റൂൾ. ദിസ് റൂൾ എൻഷ്യൂർസ് ദാറ്റ് ദർ ഈസ് നോ ഡിസോറിയൻറ്റേഷൻ ഫെൽറ്റ് ബൈ ദി spectator in viewing the shots. In simple terms, in an understandable way, we can say it maintains that a shot of the same subject from one side should not be followed immediately by a shot of the same subject from the opposite side. ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എതിർഭാഗത്ത് നിന്ന് അതേ കഥാപാത്രത്തിൻ്റെ ഷോട്ട് എടുക്കാൻ പാടില്ല. അതേ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇടതും വലതുമായി തിരിഞ്ഞു പോകും. ഈ 180 തന്നെ നിന്നുള്ള ഷോട്ടുകളെ എടുക്കാൻ പാടുള്ളൂ. അല്ല 180 ബ്രേക്ക് ചെയ്ത് അങ്ങ് അപ്പുറത്ത് പോയി ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ദി ഡയറക്ഷൻ വിൽ ചേഞ്ച്. ആ ദിശ മാറിപ്പോകും. അത് മാത്രമല്ല, ദിശ മാറിപ്പോകുന്നതിൻ്റെ ഫലമായിട്ട് വി വിൽ ബി കൺഫ്യൂസ്ഡ്, say where the location is, where the characters are sitting. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ there will be a very possibility of having such a confusion while viewing the film. So in simple terms, it maintains that a shot of the same subject from one side should not be followed by a shot of the same subject from the opposite side. Violation of this rule is referred to as, ഞാൻ പറഞ്ഞു, ചില സിനിമാറ്റോഗ്രാഫേഴ്സും ഫിലിം മേക്കേഴ്സും ഇത് ഭംഗിയായിട്ട് പഠിച്ചവർ വയലേറ്റ് ചെയ്യുന്നുണ്ട്. വയലേഷൻ ഓഫ് ദി ഷോട്ട് ഈസ് റെഫേർഡ് ടു as crossing the line. You may be asked what is meant by crossing the line. Means violation of the 180 degree rule in cinematography or in film shooting is called crossing the line, where the subject will appear to have reversed his position. അങ്ങനെ വരുമ്പോഴത്തേക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനം മാറിയതായിട്ട് തോന്നുന്നു. ഇടതും വലതും ഒക്കെ ഉള്ളത് ആ മാറിയതായ ഒരു ഫീല് കാണികൾക്ക്, ആ തെറ്റായ ഒരു ഫീല് കാണികൾക്കുണ്ടാകും. ഇഫ് ദി ഫിലിം മേക്കർ ഓർ ഡയറക്ടർ ഓഫ് സിനിമാറ്റോഗ്രാഫി ഹാവ് ക്രോസ്ഡ് ദിസ് 180 degree rule, the subject or the character will appear to have crossed the limit and he is appeared to have reversed his position in the frame. The 180 degree rule facilitates continuity editing. 30 degree റൂളിനേക്കാളും ഒന്നുകൂടി കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ, ആ സുഗമമായ എഡിറ്റിങ്ങിനെ നമ്മൾ പോലും അറിയാതെ സിനിമയിൽ മുഴുകാൻ സഹായിക്കുന്ന കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് 180 degree റൂളാണ്. ആൻഡ് പ്ലീസ് വാച്ച് ദി ഇല്ലസ്ട്രേഷൻ. ദെൻ നൗ വി കം ടു എഡിറ്റിംഗ്, ചിത്ര സംയോജനം. മനോഹരമായി ഷോട്ടുകളെ സന്നിവേശിപ്പിച്ച് സിനിമയാക്കി മാറ്റുന്നത്. സിനിമ ഒരു സംവിധായകൻ്റെ കലയെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ എഡിറ്ററുടെ ഒരു കലയും കൂടിയാണ്. അപ്പം ഈ സംവിധായകൻ കാണുന്ന തിരക്കഥയും അതിൻ്റെ ഷൂട്ടിങ്ങും എല്ലാം അത് എഡിറ്റർക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ വീണ്ടും ഭാവനയിലൂടെ കാണേണ്ടി വരുന്നു. അങ്ങനെ അയാളുടെ ഭാവനയ്ക്ക് അനുസൃതമായി എടുക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ സംവിധായകൻ ഉദ്ദേശിച്ച ഒരു സിനിമയിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം ഫൈനൽ എഡിറ്റിംഗ് കഴിഞ്ഞാൽ ഉണ്ടാകാം. എന്തായാലും വളരെ മോശമായ സിനിമകളെ എഡിറ്റിങ്ങിലൂടെ വിജയിപ്പിച്ചിട്ടുണ്ട്. നല്ല സിനിമകളെ എഡിറ്റിങ്ങിലൂടെ ബോക്സ് ഓഫീസ് ഫെയിലിയറാക്കി മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർ ആസ്പെക്ട്സ് ഇൻ ഫിലിം മേക്കിംഗ്. Remember that. What is editing? Film editing is an art, technique and practice of assembling shots into
coherent sequence. You see, film editing is an art, it is a technique, it is a practice of assembling, joining, mixing shots into a coherent sequence. Coherent means harmonious sequence, a blending sequence. That is what is film editing. Editing is of course a creative work through which the editor reimagines and rewrites the movie. സംവിധായകൻ എടുത്തു വച്ചിരിക്കുന്ന കുറേ ഫിലിം സ്റ്റോക്ക്, അത് തിരക്കഥ വായിച്ച് ഭംഗിയായി മനസ്സിലാക്കി ആ കഥ മുഴുവനും റീഇമാജിൻ ചെയ്യണം. ഒരു തരത്തിലൊന്ന് റീറൈറ്റ് ചെയ്യുന്ന, ഒരു സ്റ്റോറി റീറൈറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് എഡിറ്ററുടേത്. വിത്ത് ദി advent, with the coming of digital technology, there is a convergence of different types of editing. There is a convergence or convergence of different types of editing. Picture editing is there, sound editing, dialogues editing, and music editing in the editor's room. So nowadays, with the coming of, with the advent of digital technology, film editing is somewhat easier, and also but there are different activities are going on in editor's room, like picture editing, sound editing, dialogue editing, and music editing in the editor's room. Then now let us see the various kinds of editing, most important types of editing. The first type is chronological editing. ക്രോണോളജിക്കൽ, ആ സമയവും സ്പേസും ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് ലീനിയറായി ഒരു ഋജുവായ രേഖയിലൂടെ യാതൊരു ജെർക്കിങ്ങും ഇല്ലാതെ ഉള്ള എഡിറ്റിങ്, പഴയകാല എഡിറ്റിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ഉണ്ടായതിനു ശേഷം ഉള്ള എഡിറ്റിംഗ്, ആദ്യത്തെ എഡിറ്റിംഗ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഫോളോസ് ദി ലോജിക് ഓഫ് ക്രോണോളജിക്കൽ നാരറ്റീവ് ആൻഡ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഒരു തരത്തിൽ ഇത് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് പോലെയാണ്. ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഫോളോസ്, വിച്ച് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ്? ക്രോണോളജിക്കൽ എഡിറ്റിംഗ് ഫോളോസ് ദി ലോജിക് ഓഫ് ക്രോണോളജിക്കൽ നറേറ്റീവ് ആൻഡ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. വളരെ സുഗമമായ ഒരു ഒഴുക്കാണ് ഈ എഡിറ്റിംഗ് മൂലം സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. ക്രമാനുഗതമായ സമയവും സ്ഥലവും ഒക്കെ ക്രമാനുഗതമായി, അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ ആ ഒരു നൈരന്തര്യ സ്വഭാവം അനുസരിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. ഒരു തരത്തിൽ ഇത് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ആണ്. ഇൻ എ സെൻസ് വി ക്യാൻ കോൾ ഇറ്റ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഹിയർ ഈവൻസ് ഫോളോ ഇൻ chronological editing. The events in the movie follow in a natural logical sequence. The events follow in a natural and logical sequence, and ടൈം ആൻഡ് സ്പേസ് ആർ റെസ്പെക്റ്റഡ്. ഏറ്റവും പ്രധാനം ക്രോണോളജിക്കൽ എഡിറ്റിങ്ങിന്, കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനുണ്ട് ടൈം ആൻഡ് സ്പേസ്, സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ഒബ്സർവൻസ്. ടൈം ആൻഡ് സ്പേസ് ആർ റെസ്പെക്റ്റഡ് വിത്തൗട്ട് ജംസ്, വിത്തൗട്ട് ജം കട്ട്സ്. ജം കട്ട്സിലേക്ക് പോകുന്നില്ല, ഒരിക്കലും ജം കട്ട്സിലേക്ക് പോകുന്നില്ല. ആ സമയവും സ്പേസും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്ത് ഒഴുക്കോടുകൂടി പോകുന്ന എഡിറ്റിംഗ് ആണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. The viewer is clearly oriented in time and space. The viewer or the spectator or the audience is clearly oriented in time and space. There will be a good beginning, there will be a good middle, and there will be a good ending in the film. So the viewer is clearly oriented. He knows clearly the time and space on the beginnings, and the endings are closely demarcated. The beginnings and endings of the films are very closely and clearly demarcated. Demarcate ചെയ്യുന്നു, വരച്ച് കാണിക്കുന്നു. The beginning and ending എല്ലാത്തിനും ഒരു ഋജുവായ ഒരു നൈരന്തര്യ സ്വഭാവം ഉണ്ടാകും. Closely demarcated. This type of editing is closely connected with the classical Hollywood cinema. The linearity or chronological order gets broken by when there is a flashback or cross-cutting, which will be signaled with a fade or dissolve
or along with the voice over. The linearity or chronological order, classical Hollywood സിനിമയിലുള്ള പ്രിയപ്പെട്ട എഡിറ്റിംഗ് ആയിരുന്നു ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. ഈ ഒരു ഋജുവായ സ്വഭാവം, അതിനൊരു ബ്രേക്കേജ് ഉണ്ടാകുന്നത്, അതിനൊരു ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നത് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ്. ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വോയിസ് ഓവറിലൂടെ ആയിരിക്കും. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ വേറെ ആരെങ്കിലും പറയുന്നു. അപ്പോൾ ആക്ഷനോടല്ലാതെ ഈ വോയിസ് പറയുന്ന, അല്ലെ ഡോക്യുമെൻ്ററി പോലെ ആക്ഷൻ ഇല്ലാതെ ക്യാരക്ടേഴ്സ് പറയാതെ വേറെ അശരീരി പോലെ വോയിസ് വരുന്നതാണ് വോയിസ് ഓവർ. ഫേഡിങ്ങും ഡിസോൾവിങ്ങും ഒക്കെ ഏതാണ്ട് ഒരേപോലെ. ഒരു സീൻ മറ്റൊരു സീനിലേക്ക് അങ്ങ് മെർജ് ചെയ്യുന്നു. അപ്പോൾ പ്രസൻ്റ് എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് പെട്ടെന്ന് അങ്ങ് മെർജ് ചെയ്യുന്നു. അതാണ് ഫെയ്ഡിങ് ഇന്നും ഉണ്ട്, ഫെയ്ഡിങ് ഔട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഡിസോൾവിങ് എന്ന് പറയുന്നത് ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് അങ്ങ് ഡിസോൾവ് ചെയ്യുന്നു, ലയിച്ചു മാറുന്നു. ആ ഒരു ടെക്നിക്കിലായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു തടസ്സം ആ ക്രോണോളജിക്കൽ നേച്ചറിന് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നേച്ചറിന്, ഋജുവായ സ്വഭാവത്തിൽ ചെറിയൊരു ബ്രേക്കേജോ ഒരു ഡിസ്റപ്ഷനോ ഉണ്ടാകാം. അത് അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ. അല്ലാതെ വളരെ നമ്മൾ ആ സിനിമയിൽ തന്നെ, കഥയിൽ തന്നെ മുഴുകിയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താ നടക്കുന്ന കാര്യം, എന്തായിരിക്കും നടക്കുന്നത്. ആ കഥാഗതി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതായിരിക്കും. സസ്പെൻസ് ഉണ്ടാകില്ല. There will be no suspense created in the movie. The linearity or the chronological order gets broken or disrupted only when there is a flashback or cross-cutting. Cross-cutting എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ രണ്ട് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ യോജിപ്പിക്കുന്നത്. ഇപ്പോൾ വില്ലനും നായകനുമായിട്ടുള്ള സംഘട്ടനം, നായകൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കിടക്കുന്ന സീന്, സംഘട്ടനം, ഇവിടെ സംഘട്ടനം, അവിടെ പ്രസവം. അല്ലെന്നുണ്ടെങ്കിൽ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് ഇവിടെ പാല് കാച്ച് അവിടെ താലി കെട്ട്, അവിടെ താലി കെട്ട് ഇവിടെ പാല് കാച്ച്. ഇത് രണ്ടുടെ അടുത്തടുത്ത ഷോട്ടുകളായി കാണിക്കുന്നത്, രണ്ട് സ്ഥലത്ത് കിടക്കുന്ന കാര്യങ്ങൾ അടുത്തടുത്ത ഷോട്ടുകളായി കാണിക്കുന്നതാണ് ക്രോസ് കട്ടിങ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്രോസ് കട്ടിങ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചായിരിക്കും ഫ്ലാഷ് ബാക്ക്, ക്രോസ് കട്ടിങ്ങോ ഫ്ലാഷ് ബാക്കോ വരുമ്പോഴായിരിക്കും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നത്. രണ്ട് സ്ഥലത്ത് നടക്കുന്ന, രണ്ട് ലൊക്കേഷൻ നടക്കുന്ന കാര്യങ്ങൾ അടുത്തടുത്ത ഷൂട്ടുകളായി ഒരേ സമയം നടക്കുന്ന കാര്യങ്ങളായി കാണിക്കുന്നതാണ് ക്രോസ് കട്ടിങ് എന്ന് പറയുന്നത്. അതിലെ ഒരു ഡിസ്റപ്ഷൻ ക്രോണോളജിക്കൽ എഡിറ്റിങ്ങിനും ഉണ്ടാകത്തുള്ളൂ. ലൈക്ക് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്, ദർ ഈസ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ബോത്ത് ആർ സിമിലർ ഇൻ സം വേസ്. ഈ ക്രോണോളജിക്കൽ എഡിറ്റിംഗ് പോലെ തന്നെയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. പക്ഷെ കൂടുതൽ അവലംബിച്ച് വരുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്, ഇന്നും പ്രസക്തിയുള്ള എഡിറ്റിംഗ് ടെക്നിക്കാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. കണ്ടിന്യൂറ്റി ഓർ ഇൻവിസിബിൾ എഡിറ്റിംഗ്, അദൃശ്യമായ എഡിറ്റിംഗ് എന്നും പറയും. കണ്ടിന്യൂറ്റി ഓർ ഇൻവിസിബിൾ എഡിറ്റിംഗ് ഈസ് എ ഹൈലി കോഡിഫൈഡ് സിസ്റ്റം ഓഫ് എഡിറ്റിംഗ്. So it is a highly codified system of editing which originated in the US in the early 20th century. First of all, you should understand the continuity or invisible editing is a highly codified system of editing which first originated in the US, United States of America, in the early 20th century, which still operates in mainstream cinema as well as television drama. This kind of editing is known by different names. There are different names alluded to this kind of continuity editing. It is also called invisible editing, seamlessness, spatial and temporal continuity, and this continuity editing, which is known by different names, is closely connected with chronological editing. The editing is invisible as the film does not draw allusion to the way in which the story is told, because the spectator or the audience does not know the way in which the story is told, in which way the shots are taken. ഇതൊന്നും അറിയാതെ കാണികളെ കഥയിൽ മുഴുകിക്കുന്ന, അബ്സോർബ് ചെയ്യിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള എഡിറ്റിംഗ് ആണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. You know, the editing is invisible as the film does not draw any attention to the way in which the story is told. Spatial continuity related to the space, സ്ഥലസംബന്ധമായ continuity. Spatial continuity is achieved through
strict adherence, strict following to the 180-degree rule. 180-degree rule. അപ്പോൾ ഈ സ്പേഷ്യൽ കണ്ടിന്യൂറ്റി അത് നേടിയെടുക്കാൻ വേണ്ടി കർശനമായും 180-degree റൂളോ 30-degree റൂളോ ഒബ്സർവ് ചെയ്യണം. ആൻഡ് ടെമ്പറൽ കണ്ടിന്യൂറ്റി, ടെമ്പറൽ മീൻസ് റിലേറ്റഡ് ടു ടൈം, സമയപരമായ കണ്ടിന്യൂറ്റി. ടെമ്പറൽ കണ്ടിന്യൂറ്റി ത്രൂ മെയിൻറ്റെയിനിങ് ദി ക്രോണോളജി ഓഫ് ദി നാരറ്റീവ്. ആ നാരറ്റീവിൻ്റെ കഥയുടെ ആ ഒരു സമയക്രമം, സമയം തുടർച്ച മുതൽ നല്ലൊരു ബിഗിനിങ് മുതൽ മിഡിൽ അങ്ങനെ എൻഡിൽ അവസാനിക്കുന്ന സമയക്രമം പാലിച്ചാണ് അത് ഈ ടെമ്പറൽ കണ്ടിന്യൂറ്റി ഒബ്സർവ് ചെയ്യുന്നത്. ദി ടെമ്പറൽ കണ്ടിന്യൂറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ദി ക്രോണോളജി ഓഫ് ദി നാരറ്റീവ്. Continuity editing means the totality that requires film production and sound recording to ensure continuity editing as part of the post-production. See, in brief, we can say continuity editing is a total system or totality. Continuity editing is a total system that requires, which needs continuity editing and sound recording. These are all parts of a post-production stage. പോസ്റ്റ്-പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് സൗണ്ട് റെക്കോർഡിങ്ങും ഈ കണ്ടിന്യൂറ്റി റെക്കോർഡിങ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഈ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുന്നത്. സൗണ്ട് റെക്കോർഡിംഗ് കൂടെ വരണം അതിൽ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിന് ഒരു ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കേജ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? ദ ഡിസ്റപ്ഷൻ or fragmentation or breakage happens. The disruption of the temporal continuity occurs in the form of flashback. When the flashback occurs, the temporal disturbance will be felt. സമയപരമായൊരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകും. പഴയതിലേക്ക് പോവുകയാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റിൽ നിന്നും പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ടെമ്പറൽ ബ്രേക്കേജ് അവിടെ ഉണ്ടാകുന്നു, സമയപരമായ ഒരു ബ്രേക്കേജ് ഉണ്ടാകുന്നു. ദി സ്പെക്ടേറ്റർ ഫീൽസ് എ യൂണിറ്ററി വിഷൻ ആൻഡ് ബിലീവ്സ് ഇൻ ദി another demerit is that spectator feels a unitary vision and feels the supremacy of his understanding that he knows everything that happens in the movie. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തകരാറ് ഈ സ്പെക്ടക്ടറിന് അല്ലെങ്കിൽ വ്യൂവറിന് അല്ലെങ്കിൽ ഓഡിയൻസിന് കഥാഗതി പൂർണ്ണമായിട്ടും ആദ്യമേ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാകും, സസ്പെൻസ് ഇല്ല, ത്രില്ലിങ് സീരീസ് ഒന്നുമില്ല, ഇത് എങ്ങനെയായിത്തീരും കഥ, അവസാനം എങ്ങനെയാകും, ഹൗ വിൽ ബി ദി എൻഡ്, ഹൗ വിൽ ബി ദി ക്ലൈമാക്സ്, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ഒരു സുപ്രീമസി കാണികൾ കിട്ടുന്നു. ആ ഫിലിം മേക്കറുടെ ആ ഹാർഡ് വർക്ക് തടയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ഡ്രാബാക്സ് ഓഫ് ദി കണ്ടിന്യൂറ്റി ഫിലിം ഇസ് ദാറ്റ് ദി സ്പെക്ടക്ടർ ഫീൽസ് എ സുപ്രീമസി as everything proceeds the way he anticipates. Everything which happens in the movie he anticipates, he expects, he anticipates earlier. That is one of the demerits or drawbacks of this continuity editing, which is still in practice, which is still in vogue. Continuity editing continues to be the most credibly used editing technique worldwide. Continuity editing continues to be the most credibly, believably used editing technique worldwide. Then now let us turn our attention to another kind of editing, that is parallel editing or cross cutting, which I have told you just now. Parallel cutting, parallel editing, and also it is called a cross cutting. What is it? It is a kind of montage. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ലൊക്കേഷനിൽ രണ്ട് സ്ഥലത്ത് കാണിക്കുന്ന കാര്യങ്ങളെ ഒരേ സമയം നടക്കുന്നത് പോലെ ഇങ്ങനെ തൊട്ടടുത്ത ഷോട്ടുകളായി കാണിക്കുന്ന എഡിറ്റിംഗ് സമ്പ്രദായമാണ് പാരലൽ എഡിറ്റിംഗ്, ക്രോസ് കട്ടിംഗ്. പാരലൽ എഡിറ്റിംഗ് ഓർ പാരലൽ montage is an editing technique for depicting story action taking place in separate locations within the same time simultaneously. Parallel editing or parallel montage, we can call it so, is an editing technique for depicting or picturing the story action taking place in separate locations within the same time simultaneously. Parallel editing or parallel montage, we can call it so, is an editing technique for depicting or picturing the story action taking place in separate locations within the same time simultaneously. Parallel editing or parallel montage
ടേക്കിംഗ് പ്ലേസ് ഇൻ സെപ്പറേറ്റ് ലൊക്കേഷൻസ് വിത്തിൻ ദി സെയിം ടൈം. നേരത്തെ പറഞ്ഞ പോലെ നായകനും വില്ലനുമായിട്ട് അടി നടക്കുന്നു, ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു, രണ്ട് സംഭവങ്ങളും തൊട്ടടുത്തടുത്തടുത്ത് കാണിക്കുന്നു, കാണികൾക്ക് ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടി. അത് പറഞ്ഞൊരു മൊണ്ടാഷ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവസാനം നായിക പ്രസവിക്കുന്നു, അപ്പോഴത്തേക്ക് നായകൻ കുത്തേറ്റ് മരിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ പഴയകാല സിനിമകളിലെ പോലെ നായകൻ്റെ അമ്മയോ സഹോദരിമാരെയോ ഒക്കെ ഇങ്ങനെ മുതലേ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു, ഇങ്ങനെ കയറിൽ കെട്ടിത്താഴ്ത്തുന്നു, നായകൻ വില്ലന്മാരുമായിട്ട് ഇങ്ങനെ സ്റ്റണ്ട് നടത്തുന്നു. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ താഴ്ത്തുന്നു, സ്റ്റണ്ട് നടത്തുന്നു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പാല് കാച്ചി, ഇവിടെ താലി കെട്ട്, ഇവിടെ താലി കെട്ട്, അവിടെ പാല് കാച്ച്, ഇങ്ങനെ രണ്ട് ലൊക്കേഷൻ നടക്കുന്ന കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നതായിട്ട് സന്നിവേശിപ്പിക്കപ്പെടുന്ന എഡിറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പാരലൽ എഡിറ്റിംഗ് ഓർ ക്രോസ് കട്ടിംഗ് or parallel montage. We can also call it parallel montage. What is it? Parallel editing or parallel montage is an editing technique for depicting means picturing story action taking place in separate locations within the same time. Cross cutting is a way of linking. What is cross cutting? Cross cutting is a way of linking up two sets of actions that are progressing consecutively, simultaneously, and which are interdependent in narratives. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ക്രോസ് കട്ടിംഗ് ഈസ് എ വേ ഓഫ് ലിങ്കിങ് അപ്പ് ടു സെറ്റ്സ് ഓഫ് ആക്ഷൻസ് ദാറ്റ് ആർ പ്രോഗ്രസിങ് consecutively or simultaneously and which are interdependent in narratives. രണ്ടും പരസ്പരം ആശ്രയിക്കുന്നതാണ്. ആ രണ്ട് ഷോട്ടുകളും ഇങ്ങനെ സന്നിവേശിപ്പിക്കപ്പെടണം, എന്നാലേ അതിന് ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഥാഗതി പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആ വ്യത്യസ്തമായ സ്ഥലത്ത് ഒരേ സമയത്ത് കിടക്കുന്ന ഷോട്ട്സ് എടുത്ത് കാണിക്കണം. മിക്ക സിനിമകളിൽ ഇങ്ങനെയുള്ള ഷോട്ട്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അപ്പോൾ എക്സാമ്പിളായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. Spatial and temporal, related to space and related to time. Spatial and temporal. Temporal means, once again, related to time. Spatial and temporal continuity are maintained as part of continuity editing. Continuity editing ആണല്ലോ സ്പേഷ്യൽ കണ്ടിന്യൂറ്റിയും ടെമ്പറൽ കണ്ടിന്യൂറ്റി ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ദി വ്യൂവർ ഡസ് നോട്ട് ഫീൽ ഡിസോറിയൻറ്റേഷൻ. പാരലൽ എഡിറ്റിംഗ് ആൻഡ് ക്രോസ് കട്ടിംഗ് are used for attaining narrative economy and suspense. Parallel editing or the cross cutting is maintained for achieving or attaining narrative economy, the economy in narrative and suspense, for creating suspense. എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു ചെറിയ മൊണ്ടാഷ് പാരലൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ ക്രോസ് കട്ടിംഗ് കൊണ്ടുവരുന്നത്? കഥ പറയുന്നതിനെ ഒന്ന് ചുരുക്കാൻ, ഒരു ഇക്കോണമി ഇൻ നാറേറ്റീവിന് വേണ്ടിയിട്ട്, അതുകൂടാതെ തന്നെ ഒരു ടെമ്പറൽ കണ്ടിന്യൂറ്റി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദി വ്യൂവർ ഡസ് നോട്ട് ഫീൽ ദി വ്യൂവർ ഗെറ്റ്സ് സസ്പെൻസ്. ദി വ്യൂവർ ഈസ് ഗെറ്റിംഗ് എ ഫീൽ ഓഫ് സസ്പെൻസ്. Though parallel editing is observed in very early cinema during the first few decades of the 20th century, they came to be widely used in chase sequences to generate suspense and excitement. പഴയ കാലത്തെ ഉണ്ടായിരുന്നു പാരലൽ എഡിറ്റിംഗ്, ക്രോസ് കട്ടിങ് പണ്ടുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് അധികമായിട്ട് ഉപയോഗിച്ചത് ഇങ്ങനെ കാർ ചേസിങ് അല്ലെങ്കിൽ ബോട്ട് ചേസിങ് സീക്വൻസുകൾ കാണിക്കാനാണ് ഇങ്ങനെ മാറ്റി ഉപയോഗിച്ചത്. ഈ മൊണ്ടാഷ് ഷോയിൽ ഉപയോഗിച്ചത് for creating suspense, thrilling and excitement to the spectators. The technique was developed to a great extent by, this technique was used by D.W. Griffith, the birth of a nation. D.W. Griffith, he developed this technique at the beginning, and it has become widely used in thrillers and gangster movies. This kind of parallel editing or cross cutting is widely used in thrillers and gangster movies, the genres of films. We have to study separately the genres of films, and we are doing it shortly. Shang Kuktu made imaginative use of parallel editing in the film Fantasies.
Jean Cocteau was a French poet, playwright, filmmaker, visual artist and a critic. Jean Cocteau. Then analytical editing. What is analytical editing? And it is a kind of analysis of characters and location. Analytical editing. The continuity convention of editing have perfected methods of fluent transition from one shot to the next. നമുക്കറിയാമല്ലോ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷോട്ടിൽ നിന്ന് മറ്റൊരു ഷോട്ടിലേക്കുള്ള വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള സന്നിവേശമാണത്. The continuity editing convention has perfected the methods of fluent transition from one shot to the next. The continuity conventions of editing have perfected methods of fluent transition from one shot to the next. Analytical editing, or we can call the decoupage. Decoupage. D-E-C-O-U-P-A-G-E. Decoupage. Decoupage. It is a French term which means cutting up. So, analytical editing or decoupage, French cutting up, aims to achieve a sense of spatial fluidity, spatial clarity. ഒരു സ്പേഷ്യൽ ക്ലാരിറ്റി സൃഷ്ടിക്കാൻ വേണ്ടി നൽകുന്ന ഒരു എഡിറ്റിംഗ് ആണ് അനാലിറ്റിക്കൽ എഡിറ്റിംഗ്. That means shots develop an internal rhythm as they begin with an establishing shot of a particular location. അതിന് ചെയ്യുന്നത് ആദ്യം എഡിറ്റ് ചെയ്ത് ചേർക്കുന്ന ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടായിരിക്കും. ഒരു മാർക്കറ്റ് കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഓവർ വ്യൂവിലൂടെ ഒരു മാർക്കറ്റ് മുഴുവൻ, ആ പ്രദേശം മുഴുവനും കാണിക്കുന്നു. പള്ളിയാണെങ്കിൽ അത് ആ പള്ളി മുഴുവനും കാണിക്കുന്നു. പക്ഷേ ടെമ്പിളാണെങ്കിൽ അത് മുഴുവനും കാണിക്കുന്നു. പിന്നീട് അവിടെ നടക്കുന്ന അവിടെയുള്ള ആൾക്കൂട്ടത്തിലേക്ക്, മാർക്കറ്റിലും ടെമ്പിളിലുള്ള ആളുകളിലേക്ക് കാണിക്കുന്നു. അതിനുശേഷം അതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന അതാണ് അനലിറ്റിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ എഡിറ്റിംഗ്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ഇറ്റ്? So this analytical editing aims to achieve a sense of spatial fluidity or clarity. Shots develop an internal rhythm as they begin with an establishing shot. Establishing shot എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു കഥ നടക്കുന്ന ആ സ്ഥലം മുഴുവനായി കാണിക്കുന്നതാണ് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. ആ ലൊക്കേഷൻ പ്രത്യേകമായി എടുത്ത് കാണിക്കുന്നതാണല്ലോ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയുന്നത്. ഓഫ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ and give way to a series of close shots of characters. പിന്നീടാണ് അവിടെയുള്ള ആളുകളെയും നമ്മുടെ കഥാപാത്രങ്ങളിലേക്കും വരുന്നത്. After after editing the establishing shot, then gives way to a series of closer shots of characters and objects within the space. That means the camera analyzes everything minutely. The camera analyzes everything minutely, and this is what is edited in films for getting a clarity of the സ്പേസിനെ കുറിച്ച്, ലൊക്കേഷനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അനാലിറ്റിക്കൽ എഡിറ്റിംഗ് അവലംബിക്കുന്നത്.